യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം. ജാതികളെ അടുത്തു വന്ന് കേൾപ്പിൻ, വംശങ്ങളെ ശ്രദ്ധ തരുവിൻ. ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവും ഉണ്ട്. അവൻ അവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും. അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും. അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു. അത് യെദോമിന്മേലും എൻ്റെ ശപഥാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ. യഹോവയ്ക്ക് ബോസ്രയിൽ ഒരു യാഗവും യെദോം ദേശത്ത് ഒരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും. അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും. അവരുടെ നിലം കൊഴുപ്പുകൊണ്ട് നിറഞ്ഞിരിക്കും. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിൻ്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. ഒരുത്തനും ഒരു നാളും അതിൽ കൂടി കടന്നു പോകുകയുമില്ല. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും. അവൻ അതിന്മേൽ പാഴിൻ്റെ നൂലും ശൂന്യത്തിൻ്റെ തൂക്ക് കട്ടിയും പിടിക്കും. അതിലെ കുലീനന്മാർ ആരും രാജത്വം ഘോഷിക്കയില്ല. അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും. അതിൻ്റെ അരമനകളിൽ മുള്ളും അതിൻ്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവും ആകും. മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും. വനഭൂതം വനഭൂതത്തെ വിളിക്കും. അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും. അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തൻ്റെ നിഴലിൻ കീഴെ ചേർത്തുകൊള്ളും. അവിടെ പരുന്ത് അതതിൻ്റെ ഇണയോടു കൂടും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അവൻ അവയ്ക്കായി ചീട്ടിട്ട് അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും.